മതഭീകരതയും മതാത്മക രാഷ്ട്രീയവും ക്രൗര്യം പൂണ്ട കാലമാണിത്. മതം സമൂഹത്തിലെ ഏറ്റവും പ്രതിലോമകരമായ ആധിപത്യ ശക്തിയാകുന്ന കാലം. പക്ഷേ മതങ്ങൾ ഇങ്ങനെ പെനക്കുമ്പോൾ ദൈവങ്ങളുടെ അവസ്ഥ എന്താണ്? ദൈവ പ്രതിരൂപങ്ങളുടെ ജീവിതം എന്താണ്? ഈ വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് ഈ ലക്കം അടയാളം. മലബാറിലെ ക്ഷേത്രങ്ങളിൽ ദൈവ പ്രതിരൂപങ്ങളായി ഉറഞ്ഞു തുള്ളുന്നവരാണ് വെളിച്ചപ്പാടുമാർ അഥവാ ആചാരസ്ഥാനീയർ. ദൈവങ്ങളുടെ നർത്തകരായി ഉറഞ്ഞു തുള്ളുന്ന ഇവരുടെ മനുഷ്യജീവിതം അങ്ങേയറ്റം പരിതാപകരമാണ്. അവിശ്വസനീയമാവിധം ദയനീയം. 800 രൂപയാണ് ഇവർക്ക് ദേവസ്വം ബോർഡ് നൽകുന്ന വേതനം. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ പ്രതിദിന വേതനം 500 രൂപയാക്കാൻ കേരളമാകെ ഹൃദയം കൊണ്ട് അണിനിരന്ന കാലത്തും വെളിച്ചപ്പാടുമാരുടെ പ്രതിമാസ വേതനം 800 രൂപയാണ് എന്ന് ഓർക്കണം. വാളും ചിലമ്പും അരമണിയും അണിഞ്ഞ് വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളും. ദേവീദേവന്മാരുടെ അരുളപ്പാട് ആജ്ഞാരൂപത്തിൽ പറയും. വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുമ്പോൾ ക്ഷേത്രവിശ്വാസികൾ ദൈവസ്വരൂപങ്ങളെ കൺമുന്നിൽ കാണും. ഭക്തിയുടെ ഉപചാരങ്ങളാൽ ആചാരസ്ഥാനീയരെ ആദരിക്കും. പക്ഷേ ദൈവങ്ങളുടെ പ്രവേശനം ഒഴിയുമ്പോൾ സ്ഥാനീയർ വെറും മനുഷ്യരാകും. മനുഷ്യ ദുരിതത്തിന്റെ കെടുതികളിൽ തുള്ളപ്പെടാതെ നിസ്സഹായരായി നിൽക്കും. ദൈവത്തിനും മനുഷ്യനുമിടയിലെ ആത്മസംഘർഷ സ്ഥലികളിൽ ഓരോ വെളിച്ചപ്പാടും ദുരിതകാണ്ഡം തുള്ളിത്തീർക്കും. ഒരു വെളിച്ചപ്പാടിന് ദേവസ്വം വകുപ്പ് നൽകുന്ന വേതനം 800 രൂപയാണ്. ഈ തുച്ഛ തുക കൊണ്ട് വേണം വെളിച്ചപ്പാടും കുടുംബവും കഴിയാൻ. നിവേദനം കുറേ അയച്ച് ഞങ്ങൾ കയ്യോടെ വോട്ടും ചെയ്ത് ഇന്ന് വരെ പരിഗണിച്ചില്ല. ആ 800 മാത്രം ഇവിടെ മാസത്തിന് പാസ്സാക്കിയിട്ട് കിട്ടുന്നത്. അത് കിട്ടിയിട്ടും കിട്ടാഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ കുറേ തവണ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ഈ പാവപ്പെട്ടവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ആ പാവപ്പെട്ടവരൊന്ന് തൂക്കം നിന്നിട്ട് ഞങ്ങൾക്ക് ആ വരുമാനം തന്ന് ഞങ്ങൾ ജീവിക്കാനുള്ള അനുവദിക്കണം പൊന്ന് മന്ത്രി സാറേ. വെളിച്ചപ്പാടല്ലെങ്കിൽ ആചാരസ്ഥാനം എന്നത് ഒരു കുലധർമ്മമല്ല. ഭഗവതി പ്രസാദമോ ഈശ്വരപ്രവേശനമോ ഉണ്ടാകുന്ന ആരും വെളിച്ചപ്പാടാകാം. പിന്നെ ജ്യോതിഷ ഗണിത പ്രകാരം രാശിവെച്ച് അനുകൂല അടയാളമാണെങ്കിൽ ആചാരം കൂടും. ആചാരം കൂടി സ്ഥാനീയനായി കഴിഞ്ഞാൽ മറ്റു ജോലിക്ക് പോകാൻ കഴിയില്ല. ഞങ്ങളുടെ ഈ തീരദേശത്ത് വളരെ കഷ്ടപ്പാടാണ്. ഞങ്ങൾക്ക് ഈ സ്ഥാനികനായി കഴിഞ്ഞാൽ ജോലിക്കൊന്നും പോകാൻ കഴിയില്ല. നമ്മളുടെ ജോലി തന്നെ കടൽ പ്രവൃത്തിയാണ്. ഈ കടലിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ് ഈ ക്ഷേത്രം നടത്താനും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമല്ലാതെ വേറെ വരുമാനങ്ങളില്ല. അപ്പം ഞങ്ങൾക്ക് ശമ്പളം തരാനോ മറ്റുള്ളത് ചെയ്യാനോ ദേവസ്വത്തൊന്നും സാധിക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇതിന് 3000 രൂപ ഞങ്ങൾക്ക് ഇതിന് മാസം പ്രതി ഞങ്ങൾക്ക് കിട്ടണം. ഓരോ ദേവനും ദേവിക്കും ഓരോ വെളിച്ചപ്പാടുണ്ടാകും. ആ ദേവൻ എവിടെയെങ്കിലും തെയ്യക്കോലം കെട്ടിയാൽ തന്നെ അതിന്റെ വെളിച്ചപ്പാട് ഉറഞ്ഞു തുടങ്ങും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇതര ജോലികൾക്ക് പോകാൻ ഇവർക്ക് കഴിയില്ല. ഞങ്ങൾ ജീവിതം പാഴായി. ഞങ്ങൾ ജീവിതേ പാഴായി. ഞങ്ങൾക്ക് ഒരു വരുമാനമില്ലാത്തവരാണ് ഞങ്ങൾ. നിരാഹാര സത്യാഗ്രഹം നടക്കണമെങ്കിൽ അത് നടത്തും ഞങ്ങൾ. അങ്ങനത്തെവരാ ഞങ്ങൾ. ഞങ്ങൾക്ക് ദൈവിക കടാക്ഷമില്ലാതെ വേറെ ഒരു കടാക്ഷമില്ല. എല്ലാം അവിടുന്നാണ് എല്ലാം കൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് പാസ്സാക്കി തരേണ്ടത്. മന്ത്രി സാറേ, എല്ലാവരും ഞങ്ങൾക്കൊരു ഗുണം ചെയ്യണം പോയിന്ന് ദേവി മന്ത്രി സാറേ. സ്ഥാനീയരായി കഴിഞ്ഞാൽ ജീവിതക്രമം തന്നെ മാറിമറിയും. അവർക്ക് ഷർട്ട് ധരിക്കാൻ പാടില്ല. വീടുകളിൽ നിന്നല്ലാതെ ഭക്ഷണം കഴിക്കാൻ അനുവാദമില്ല. പഞ്ചശുദ്ധി നിബന്ധന കർക്കശമാണ്. സമർപ്പിത ജീവിതങ്ങളായി ഓരോ വെളിച്ചപ്പാടും മാറും.
ഉത്തര മലബാറിലെ തീയ സമുദായം അടക്കം വിവിധ സമുദായ ക്ഷേത്രങ്ങളിലെ ആചാരസ്ഥാനികന്മാരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ഷേത്രസ്ഥാനികന്മാർക്ക് സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ നിന്നോ യാതൊരുവിധ സഹായങ്ങളും ഇല്ലാതെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ക്ഷേത്രസ്ഥാനികന്മാർ, എല്ലാ സമുദായത്തിൽപ്പെട്ടവരും. കാരണം ക്ഷേത്രത്തിൽ നിന്ന് യാതൊരു വരുമാനമില്ല. തറവാടുകളിലാണെങ്കിൽ മിക്ക തറവാടുകളിലെ സ്ഥിതി അത് തന്നെയാണ്. ദേവസ്വം വകുപ്പിന്റെ 800 രൂപ പ്രതിമാസ വേതനം മാത്രമാണ് സ്ഥാനീയർക്കുള്ള വരുമാനം. ക്ഷേത്രങ്ങളിൽ നിന്ന് സ്ഥിര സഹായമൊന്നും കിട്ടില്ല. തെയ്യക്കാലത്ത് ദക്ഷിണ കിട്ടിയാൽ അതൊരു കൈത്താങ്ങായി. വലിയ ക്ഷേത്രങ്ങളിലെ സ്ഥാനീയർക്ക് മാത്രമാണ് ദാരിദ്ര്യമില്ലാതെ ജീവിക്കാനെങ്കിലും കഴിയുക. 2000-ഓളം വരുന്ന ആചാരസ്ഥാനികന്മാരും അതുപോലെ തന്നെ കോലധാരികളുടെ പ്രശ്നമാണ് ഗവൺമെൻറ് മുമ്പിൽ ഒരു 5 വർഷക്കാലമായി നിരന്തരമായി നമ്മളിത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അന്വേഷണ കമ്മീഷനെ വെക്കുകയും ഒരു മോഹനൻ കമ്മീഷൻ ഒരു പ്രാവശ്യം അതിൻ്റെ സർവേ നടത്തുകയും അത് പരിപൂർണമായി ഇവർക്ക് ധനസഹായം കൊടുക്കേണ്ടതെന്ന കാര്യം വ്യക്തമാക്കിയിട്ടും നാളിതുവരെ ഇതിൻ്റെ ഒരു പ്രോഗ്രസ് ഇതുവരെ നടന്നിട്ടില്ല എന്ന് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ UDF ഗവൺമെൻറ് വന്നതിന് ശേഷം തന്നെ ഒട്ടനവധി പ്രാവശ്യം വിവിധ സമുദായങ്ങളിൽപ്പെട്ട ആചാരസ്ഥാനികരും അതുപോലെ തന്നെ അതിൻ്റെ ഭാരവാഹികളും കോലധാരികളും അടങ്ങുന്ന സംഘടനകൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റു വകുപ്പ് മന്ത്രിമാരെയും മലബാർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനെയും കണ്ട് സംസാരിച്ചപ്പോൾ അതുപോലെ തന്നെ നിയമസഭയിലെ ചോദ്യോത്തരങ്ങളൊക്കെ നൽകിയിട്ടും അതായത് നിയമസഭയുടെ സഭയുടെ റെക്കോർഡിലൊക്കെ ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ നാളിതുവരെ ഇതിനൊരു പരിഹാരം കണ്ടില്ല, യാഥാർത്ഥ്യമാണ്. പ്രതിമാസ വേതനമായ 800 രൂപ തന്നെ യഥാവിധം കിട്ടില്ല. നിലവിൽ 6 മാസമായി ഇതിന്റെ വിതരണം മുടങ്ങിക്കിടക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ് ക്ഷേത്രസ്ഥാനികന്മാർക്ക് മാസത്തിൽ 800 രൂപയാണ് കൊടുക്കുന്നത്. അത് 13-14 മാസം കൂടുമ്പോഴാണ് 6 മാസത്തെ വേതനം കൊടുക്കുന്നത്. അത് ഈ 800 രൂപ കൊണ്ട് ഒരു ക്ഷേത്രസ്ഥാനികൻ്റെ ഒരു ആവശ്യവും നിറവേറ്റാൻ പോകുന്നില്ല. അതിനുവേണ്ടി പല മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. 3000 രൂപ ആക്കണമെന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യം ഇതിൻ്റെ കാസർഗോഡ് കളക്ട്രേറ്റിൽ അച്ഛന്മാരുടെ ധർണയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഇതുവരെ നമ്മളെ സംസ്ഥാന ഗവൺമെൻറ് യാതൊരു ഇതും അനുവദിച്ചു തന്നിട്ടില്ല. അതുപോലെ ആചാരസ്ഥാനീയരായി പുതുതായി ചുമതലയേറ്റവർക്ക് വകുപ്പ് അംഗീകാരം നൽകുന്നില്ല. 1000-ഓളം അപേക്ഷകളാണ് ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നത്. ചീഫ് മിനിസ്റ്റർ ഉമ്മൻചാണ്ടി കാസർഗോഡ് കളക്ടറേറ്റിൽ വന്നപ്പോഴൊക്കെ ഇത് പല പ്രാവശ്യം നിവേദനങ്ങളൊക്കെ നമ്മുടെ ക്ഷേത്രസ്ഥാനികന്മാർ കൊടുത്തതാണ്. എന്നിട്ട് ഇതുവരെയും ഇതല്ല. കഴിഞ്ഞ വർഷം തിരുവക്കോളി മുച്ചിലോട്ടമ്പലത്ത് ഇപ്പോഴത്തെ നമ്മളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വന്നപ്പോഴും ഇത് ക്ഷേത്രസ്ഥാനികന്മാരുടെ ഈ പരാതി പറഞ്ഞതാണ്. അപ്പോൾ അയാൾ നേരിട്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ക്ഷേത്രസ്ഥാനികന്മാരുടെ ഇത് ഞാൻ അടുത്ത നിയമസഭയിൽ ഞാനിത് ഇതാക്കുന്നതാണെന്ന്. പക്ഷേ ഇതുവരെയായിട്ടും ആ ക്ഷേത്രസ്ഥാനികന്മാരുടെ ഒരു ഇതുപോലും നമ്മളെ സംസ്ഥാന ഗവൺമെൻറ് അസംബ്ലിയിൽ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. ഏറ്റവും പ്രയാസകരമായ കാര്യം ആചാരസ്ഥാനികന്മാരുടെ കാര്യം കേരളത്തിലെ അല്ല മറ്റു കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുക്കുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ഏതോ ചെറിയൊരു കൊലപാതകം നടന്നാലും മറ്റു കാര്യങ്ങൾ നടന്നാലും എല്ലാ കാര്യങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും ഇത്തരം ആരാധനകളിലെ പാവപ്പെട്ട ഈ ആചാരസ്ഥാനങ്ങളുടെ കൊലധാരികളുടെയും പ്രശ്നങ്ങൾ ഇത് പരിഹാരം കാണുന്നതാണ് യാഥാർത്ഥ്യമാണ്. ദുരിതകാലത്തിന്റെ ജീവിതക്കളത്തിനുള്ളിൽ വെളിച്ചപ്പാടുമാർ ഇന്ന് സംഘടിതരാണ്. അങ്ങനെയാണ് 2006 മുതൽ തുച്ഛവേതനമെങ്കിലും കിട്ടിത്തുടങ്ങിയത്. എന്നാൽ ഇത് വർദ്ധിപ്പിച്ചു കിട്ടാൻ ദൈവപ്രതിരൂപങ്ങൾക്ക് തെരുവു സമരം അനിവാര്യമായി മാറുന്നു. അതിപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ വേണ്ട വഴി സമരം കടക്കാനും ഇതെല്ലാം ഞങ്ങൾക്ക് ഒരുങ്ങേണ്ടി വരും. പിന്നെ ഞങ്ങൾക്ക് വേറെ ജീവിതത്തിൻ്റെ വഴിയില്ല. അമ്പലത്തിൽ നിന്ന് എന്തെങ്കിലും ശമ്പളം വരെ കാര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്കതെല്ലാം എത്തിപ്പെട്ട് വരട്ടായിരുന്നു. അതിപ്പോൾ ഇല്ല. ഞങ്ങളെ കഷ്ടപ്പാട് ഇതോടെ എല്ലാം തീർത്ത് നിങ്ങൾ തരാം. അന്തിത്തിരി വയ്ക്കുന്നവർ, കലശമെടുക്കുന്നവർ തുടങ്ങിയ അസംഘടിത വിഭാഗങ്ങൾക്ക് ഈ വേതനാനുകൂല്യങ്ങൾ പോലുമില്ല. പ്രാർത്ഥന പോലെ ജീവിക്കുന്നവർ നാളം പോലെ ജ്വലിച്ചണയുന്നു. ഇത് പാരമ്പര്യമായിട്ടുള്ളതാണ് ഈ ആചാരസ്ഥാനികന്മാരുടെ ഈ കലശം കുളിച്ച ആചാരസ്ഥാനങ്ങൾ. അപ്പോൾ ഇന്ന് വേതനം വാങ്ങിക്കുന്ന ആചാരസ്ഥാനികൻ മരണപ്പെട്ടാൽ
പകരം വരുന്ന ആചാരസ്ഥാനികന്മാർ ഈ വേതനം ഇല്ലാത്തത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ പലപ്പോഴും ഇന്ന് 1000 ചില്ലാനും വിവിധ സമുദായങ്ങളിലും കോലധാരികളുടെയും അപേക്ഷ കെട്ടിക്കിടക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ കാഞ്ഞങ്ങാട് മേഖലയിലെ ഒട്ടനവധി സ്ഥാനികന്മാരുടെ അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ്. ആകെ 2000 ചില്ലാൻ അല്ലെങ്കിൽ 2500-നകം ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ തറവാട്ടിലെ അന്ത്യത്തിരി വെക്കുന്നവരുടെയും നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിനും കഴിഞ്ഞ ദേവസ്വം ബോർഡ് ചെയർമാൻ, മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ XMLA നമ്മുടെ ബഹുമാനപ്പെട്ട K. ചന്ദ്രബാലക്ക് സമർപ്പിക്കുന്നത്. അദ്ദേഹം ഒരു ഫംഗ്ഷനിൽ നൽകുന്നത് പ്രഖ്യാപിച്ചതായിരുന്നു. ഈ അപേക്ഷ കൂടി ഞാൻ സ്വീകരിക്കും, ഗവൺമെൻറ് അടുത്ത് സമ്മർദ്ദിച്ചിട്ടുണ്ട്. എന്തെന്നറിയില്ല, വളരെ സങ്കടകരമായ കാര്യമാണ്. അതിനും ഒരു പരിഹാരം ഉണ്ടാക്കണം. ദൈവസ്വരൂപങ്ങളുടെ അജ്ഞേയമായ തിരഞ്ഞെടുപ്പാണ് ഓരോ വെളിച്ചപ്പാടും. ആചാരമുറപ്പിച്ചാൽ ജീവിതം ക്ഷേത്രാനുബന്ധിതമാണ്. ഓരോ ജാതിക്കാർക്കും ഓരോ ചൈതന്യസ്ഥാനങ്ങൾക്കും വെളിച്ചപ്പാടുമാരുണ്ട്. എന്നാൽ ഇത്തരം ദൈവപ്രതിരൂപങ്ങളുടെ മനുഷ്യജീവിതം പരിഹാരമില്ലാത്ത പരാധീനതയായി തുടരുന്നു. ജീവിതക്കളങ്ങളിൽ അവരുടെ ഹൃദയം ഉറഞ്ഞു തുള്ളിക്കൊണ്ടേയിരിക്കുന്നു. മറ്റുള്ളവർക്കായുള്ള പ്രാർത്ഥനയ്ക്കിടെ സ്വന്തം പ്രാർത്ഥന നിരന്തരം നീട്ടിവയ്ക്കപ്പെടുന്നു. എന്നിട്ടും അവർ വീണ്ടും തുള്ളിക്കയറി ദേശത്തിന്റെ പ്രാർത്ഥനകൾക്കായി. ജീവിത വിതുമ്പലിനുമേൽ ചിലമ്പച്ച മുറുകിക്കയറി. ഇതാണ് ഓരോ വെളിച്ചപ്പാടിന്റെയും ദൈവ മനുഷ്യ വൈരുദ്ധ്യം. ഉത്തര മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. എന്നാൽ ദൈവമായി സ്വയം പരിവർത്തനം ചെയ്ത് തോറ്റത്തിനൊപ്പം ആടുന്ന തെയ്യക്കോലങ്ങളുടെ മനുഷ്യജീവിതം എന്താണ്? മറ്റുള്ളവരുടെ പരിദേവനങ്ങൾ കേൾക്കുന്ന തെയ്യം കലാകാരന്മാർക്ക് സ്വന്തം ജീവിത പരിദേവനം പറയാൻ ആരുമില്ല. ആര്യാധിനിവേശത്തിന് പോലും കീഴ്പ്പെടുത്താൻ കഴിയാത്ത ദ്രാവിഡപ്പഴമയുടെ അനുഷ്ഠാന പ്രൗഢിയാണ് തെയ്യങ്ങൾ. നൃത്തം ചെയ്യുന്ന ദേവരൂപങ്ങളാണ് തെയ്യാട്ടങ്ങൾ. മലബാറിലാകെ 500-ലധികം തെയ്യരൂപങ്ങളുണ്ട്. ദൈവരൂപങ്ങളും വീരനായകരും മിത്തിക്കൽ കഥാപാത്രങ്ങളുമൊക്കെ തെയ്യരൂപങ്ങളാകുന്നു. വണ്ണാന്മാർ, മലയന്മാർ, വേലന്മാർ തുടങ്ങിയ നിരവധി ജാതിക്കാർ തെയ്യക്കോലമണിയുന്നു. എന്നാൽ തെയ്യങ്ങളായി ആടിത്തിമിർക്കുന്നവരുടെ ജീവിതാവസ്ഥ പ്രസാദപൂർണമല്ല. വിശ്വാസികളുടെ ദുരിതാവസ്ഥ തീർക്കാനും ദേശത്തിന്റെ ഐശ്വര്യ സാകല്യതയ്ക്കും വേണ്ടി തെയ്യാട്ടമാടുന്നവർ ജീവിതത്തറകളിൽ തളർന്നു വീഴുന്നു. പത്ത് 12,000-ഓളം ആളുകൾ ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ഷേത്രകലയുമായി ബന്ധപ്പെട്ട് തെയ്യത്തിന് മാത്രം ഒഴിഞ്ഞിട്ടവരുണ്ട്. അവരെല്ലാവരും ആരും തെയ്യം കെട്ടി എൻ്റെ അറിവിൽ എൻ്റെ അച്ഛനൊരു 82 വയസ്സിലാണ് മരിച്ചത്. അച്ഛനൊരു 70 വയസ്സ് വരെ തെയ്യം കെട്ടി. പിന്നെ അതേപോലെ നമ്മളെ പൂർവികന്മാർ കുറേ ആൾ കെട്ടി. അതിൽ സമൂഹത്തിന് അർപ്പിച്ചല്ലാതെ അവർക്ക് അവസാനം രോഗം വന്നതല്ലാതെ മറ്റ് യാതൊരു ആനുകൂല്യങ്ങളോ അവരെ സംരക്ഷിക്കാൻ ഒരു സമൂഹവും ഒരു ക്ഷേത്ര സ്ഥാനികരോ ആരും ഉണ്ടായിട്ടില്ല. അത് വളരെ ദയനീയമാണ്. ഇത് സജീവമായ ഒരു ചർച്ചയാവേണ്ട, സമൂഹത്തിൽ ചർച്ചയാവേണ്ട ഒരു വിഷയമാണെന്നാണ് എൻ്റെ അഭിപ്രായം. വർഷത്തിൽ 6 മാസമാണ് തെയ്യക്കാലം. ശേഷിക്കുന്ന കാലം പലർക്കും ജീവിതാവസ്ഥ കഷ്ടപ്പാടുകളുടേതാണ്. ഭാരവാഹനം മൂലം പലവിധ ശാരീരിക പ്രശ്നങ്ങളും തെയ്യം കലാകാരന്മാർ നേരിടുന്നു. 3 കാര്യങ്ങളാണ് ഇത് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ശാരീരികമായ പ്രശ്നം, മറ്റൊന്ന് മാനസിക പ്രശ്നം, മറ്റൊന്ന് സാമ്പത്തിക പ്രശ്നം. ഈ 3 പ്രശ്നങ്ങളും
ഉണ്ടെങ്കിലും ഇത് സമൂഹത്തിലെ ഒരു സാംസ്കാരിക സംഘടന അല്ലെങ്കിൽ വിപ്ലവ സംഘടന, ഒരു സാധാരണ സംഘടന ഒരാളും ഇതിനെ ഗൗരവത്തിൽ മുഖവിലക്കെടുക്കാത്ത ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. തെയ്യം കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു തെയ്യം ഒരു ക്ഷേത്രത്തിൽ കെട്ടണമെങ്കിൽ ഓൻ ഒരു 2 ദിവസം മുമ്പേ അതിൻ്റെ കയ്യൊരുക്കങ്ങളും കാര്യങ്ങളൊക്കെ വളരെ സജീവമായ രീതിയിൽ അതിൻ്റെ പാരമ്പര്യ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട്. ഇനി 6 മാസം കിട്ടിയാൽ തന്നെ ഇന്ന് കിട്ടുന്ന പ്രതിഫലം വളരെ തുച്ഛമാണ്. ഒരു തെയ്യം കെട്ടണമെങ്കിൽ തന്നെ 6-7 ആളില്ലാതെ ഒരു തെയ്യം കെട്ടാൻ വേണ്ടി പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റൂല. അത് കെട്ടിക്കഴിഞ്ഞാൽ തന്നെ അമ്പലത്തിൽ നിന്ന് ഒരു 10,000 രൂപ കിട്ടിയാൽ തന്നെ ഇന്ന് വരുന്നവൻ്റെ കൂലി തന്നെ വളരെ കൂടുതലാണ്. അതും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വിളിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ദീർഘമായ വ്രതവും മുന്നൊരുക്കവും വേണ്ടതാണ് തെയ്യാട്ടം. വ്യക്തിജീവിതം പൂർണ്ണമായും ത്യജിച്ചാണ് തെയ്യക്കോലങ്ങളുടെ അനുഷ്ഠാന കർമ്മം. ഒരു കോലധാരിയെ സംബന്ധിച്ചിടത്തോളം ഓനൊരു തെയ്യക്കോലങ്ങൾ കെട്ടുമ്പോൾ ഓൻ്റെ വീടുകളിലെ പാശ്ചാത്തലങ്ങളിൽ ഓൻ മറന്നിട്ടാണ് ഈ തെയ്യം കാര്യങ്ങളിലേക്ക് പോകുന്നത്. അവൻ്റെ വീട്ടിൽ കുട്ടിക്ക് അസുഖമായാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാര്യയ്ക്ക് അസുഖമായാലോ അന്ന് തെയ്യത്തിന് നിശ്ചയമായും നമ്മൾ അന്ന് പോയിരിക്കണം. എൻ്റെ വീട്ടിലിപ്പോൾ ഒരാൾ മരിച്ചാൽ പോലും നമ്മൾക്ക് സ്ഥാനം മുടക്കാൻ വേണ്ടി പറ്റില്ല. അത്ര ഉത്തരവാദിത്തമാണ് ഒരു തെയ്യം കലാകാരൻ്റെ ഈ തെയ്യം കലയുമായി ബന്ധപ്പെട്ടുള്ളത്. അത്ര ആത്മാർത്ഥത്തോട് ചെയ്താൽ മാത്രമേ ഇത് സമൂഹത്തിൽ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരു തെയ്യം പെരുങ്കളിയാട്ടത്തിനെല്ലാം 10-20 ദിവസം വീട് വിട്ട് നിന്ന് അതിൻ്റെ വൃതാനുഷ്ഠാനത്തോടും കാര്യങ്ങളൊക്കെ ഇത് പൂർണ്ണമായും ചെയ്താൽ മാത്രമേ അത് വിജയിപ്പിക്കാൻ പറ്റൂ. അതൊരു പാരമ്പര്യ സങ്കല്പമാണ്. ഇതിനെ പറ്റിയ സാംസ്കാരിക സംഘടനകളും വാഴവരും പറയും തെയ്യം അങ്ങനെയാണ്, അവൻ്റെ വിഷമം എങ്ങനെയാണ്. പക്ഷേ അവൻ്റെ പ്രശ്നങ്ങൾക്ക് ഇന്ന് വരെ ശാശ്വതമായൊരു പരിഹാരം കിട്ടാത്ത അവസ്ഥ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സജീവമായിട്ടുണ്ട്. പാണികൊട്ടി ഭാജനക്ക് വിക്കട്ടതായിരിക്കുന്ന സുഗരം, ഈ സുഗരത്തിനകത്ത് അല്പതമുള്ളതായിരിക്കുന്നതായ അരസിക്കൂറുകളും പരമ്പരാഗത അനുഷ്ഠാന കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നവരെല്ലാം സ്വജീവിതത്തിൽ ദൈവസ്പർശമില്ലാത്ത ദുരിത തരിശുകളിലാണ് കെട്ടിയാടുന്നത്. സമൂഹത്തിനായി ജീവിതത്തെ സമർപ്പിക്കുന്നവർക്ക് ജീവിതാന്ത്യത്തിൽ സമൂഹത്തിൽ നിന്ന് തിരികെ കിട്ടുന്നതെന്ത് എന്നതാണ് മൗലികമായ പ്രശ്നം. ദൈവമായി സ്വയം മാറുമ്പോഴും മനുഷ്യനായി ജീവിക്കാൻ കഴിയാത്തതിൻ്റെ ആന്തരിക വൈരുദ്ധ്യമാണ് ഓരോ തെയ്യക്കാരനും നേരിടുന്നത്. ദൈവപ്രതിരൂപങ്ങൾ ദുരിതകാലത്തിൽ ജീവിക്കുമ്പോഴും മതാത്മക സ്വത്വബോധം കരുത്താർജിക്കുകയാണ്. ഇതിനെതിരായ പ്രതിരോധവും ശക്തമായി ഉയർന്നു വരുന്നു. ഈ പ്രതിരോധത്തിനൊപ്പം അടയാളം ഇനിയും തുടരും.